വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 137 സങ്കീർത്തനത്തിൽ ഇസ്രായേൽ ജനതയുടെ ബാബേൽ പ്രവാസകാലത്തെ ദുഃഖവും ജെറുസലേമിനോടുള്ള അവരുടെ ആഴമുള്ള സ്നേഹവും ശത്രുക്കളോടുള്ള പ്രതികാര വാഞ്ചയും പ്രകടിപ്പിക്കുന്നു. യെരുശലേമിൻ്റെ ആത്മീയ കേന്ദ്രത്വം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ എത്ര പ്രധാനമാണെന്ന് കാണിക്കുന്നു. സംഹാരിണിയായ ബാബിലോൺ പുത്രി, നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ. 137 സങ്കീർത്തനം 8-9 തിരുവചനങ്ങൾ. 138 സങ്കീർത്തനം ദാവീദിന്റെ ആരാധനയും ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ പാലിക്കുന്നതിന്റെ മഹത്വവും ഉയർത്തിപ്പിടിക്കുന്നു. ദൈവം താഴ്മയുള്ളവരെ കടാക്ഷിക്കുകയും കഷ്ടതയിൽ രക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. 138 സങ്കീർത്തനം 3 തിരുവചനം. സങ്കീർത്തനം 139 ദൈവം എല്ലാം അറിയുന്നവനും എല്ലായിടത്തും സാന്നിധ്യമുള്ളവനുമാകുന്നതിൻ്റെ അത്ഭുതകരമായ വിവരണമാണ്. ദാവീദ് തൻ്റെ സൃഷ്ടിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ആഴമുള്ള അറിവിനെക്കുറിച്ചും ആലപിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. സങ്കീർത്തനം 140 ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കണമേ എന്ന ദാവീദിന്റെ പ്രാർത്ഥനയാണ്. ദുഷ്ടന്മാരുടെ കപടതയും അകൃത്യങ്ങളും വിവരിച്ച് ദൈവം നീതിമാന്മാരെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് പീഡിതർക്ക് നീതി നടത്തി കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു. നീതിമാന്മാർ അങ്ങയുടെ നാമത്തിന് നിശ്ചയമായും നന്ദി പറയും. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ സന്നിധിയിൽ വസിക്കും. 140 സങ്കീർത്തനം 12-13 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.